ഹലോ. നമ്മള് പറഞ്ഞായിരുന്നു കുറെ കാര്യങ്ങൾ, ഓർത്തോനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. വേദനയെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പല്ലുവേദന ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് പൊളിപ്പുണ്ടാവുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം പുളിപ്പുണ്ടാവാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മോണ ഇറങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല്ലിന് തേയ്മാനം വരുമ്പോൾ പുളിപ്പുണ്ടാവാം. അതുപോലെ തന്നെ പല്ലിന് കേടുള്ളപ്പോഴും പുളിപ്പുണ്ടാവാം. അപ്പൊ ഈ കേട് ഉള്ളപ്പോഴത്തേക്ക് പല്ലിന് പുളിപ്പ് മാത്രമല്ല, പല്ലിന് വേദനയും കൂടെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എക്സ്റേയിൽ നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോഴത്തേക്ക് പല്ലിന്റെ അവിടെ ഒരു കറുത്ത കളർ കാര്യങ്ങൾ, ഒരു കുഴി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് പല്ലിന് കേടുണ്ടാവുന്ന. ആ കേട് നമുക്ക് ഇനാമിലും കടന്ന് അതിനകത്തൊരു ലെയർ ഉണ്ട്, ആ ലെയറും കടന്ന് പല്ലിന്റെ ജീവാംശം വരെ എത്താനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് വെറുതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ജീവാംശം വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിനകത്തുള്ള ഞരമ്പുകളെ അത് അഫക്ട് ചെയ്ത് അതിനുള്ളിൽ ചെന്ന് വേരിന്റെ അടിത്തട്ടി ചെന്ന് അതിന് വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് വേരിന്റെ അടിയിൽ പഴുപ്പും നമ്മൾക്ക് നീർക്കെട്ടലും എല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അതാണ് നമുക്ക് പല്ലിൽ തട്ടുമ്പോൾ പോലും അല്ലെങ്കിൽ പല്ലിൽ കടിക്കുമ്പോൾ പോലും വേദന ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യണം. റൂട്ട് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ഞരമ്പ് ചികിത്സയ്ക്കാണ് നമ്മൾ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പല്ലിന്റെ ഞരമ്പിനെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് അതിനകത്ത്, പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലിന്റെ ഞരമ്പിനെ എടുത്തു കളഞ്ഞിട്ട് അതിനകത്ത് നമ്മളൊരു സൂത്രം വെക്കും. അത് വച്ച് അതിനെ പെർമനന്റ് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അതിന്റെ പുറത്ത് നമ്മൾ ക്യാപ്പ് വയ്ക്കും. ഇതാണ് റൂട്ട് കനാൽ ചികിത്സ. ഇത് ചെയ്തില്ലെങ്കിൽ അയ്യോ പല്ലിന് പുളിപ്പുണ്ടാവുന്നു, അയ്യോ പല്ലിന് വേദന ഉണ്ടാവുന്നു, രാത്രി പല്ലിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുന്നു എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും.